യാ നിസാഅൻ നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ ഇൻ ഇത്തഖൈതുന്ന ഫലാ തഖ്ളഅന ബിൽ ഖൗൽ ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മറദ് വൽയഖുൽന ഖൗലൻ മഅറൂഫാ. നബിയേ, മുസ്ലിമത്തുകളായ പെണ്ണുങ്ങളോട് പറഞ്ഞു കൊടുക്കണം, യാ നിസാഅൻ നബി, മനസ്സിന് രോഗമുള്ളവർ, നമ്മൾ ഞരമ്പിന്റെ രോഗം എന്ന് പറയും, മനസ്സിന് രോഗമുള്ളവർ. ഖുർആൻ പറഞ്ഞു അതിനെ സംബന്ധിച്ച്. ഖുർആൻ പറഞ്ഞു ഹൃദയത്തിന് രോഗമുള്ളവർ നിങ്ങളുടെ വീട്ടിലേക്ക് കയറുകയോ നിങ്ങളുടെ പ്രൈവസികളിൽ ഇടപെടുകയോ ചെയ്യുന്ന നേരത്ത് നോ എന്ന് പറയാനുള്ള തന്റെ ഇടം പെൺകുട്ടികൾക്ക് വേണം. നോ എന്ന് പറയേണ്ടിടത്ത് നോ പറയണം. ഇത് പറയാനുള്ള തന്റെ ഇടം നമ്മുടെ സ്റ്റുഡൻസിന് വേണം, നമ്മുടെ മക്കൾക്ക് വേണം, നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടേ. യാ നിസാഅൻ നബി, നബിന്റെ പെണ്ണുങ്ങളെ എന്ന് ചോദിച്ചത് നബിയുടെ ഭാര്യമാർക്ക് മാത്രമാണോ എന്ന് പറയാൻ പറ്റുമോ? ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മാത്രമാണോ? നബി തങ്ങളുടെ നിസാഅൻ നബി, ആ വാക്കിന്റെ ഉള്ളിലൂടെ തന്നെ മുസ്ലിം പെൺകുട്ടികൾ മുഴുവനും അങ്ങനെയല്ലേ ആവേണ്ടത്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. നബിതങ്ങൾ വാപ്പയെ പോലെയാണ്. അനലകും ബിമൻസിലത്തിൽ വാലിദി ലിവലദിഹി, നിങ്ങളൊക്കെ എനിക്ക് മക്കളാണ്, ഞാൻ നിങ്ങൾക്ക് വാപ്പയാണെന്ന് പറഞ്ഞ നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നിങ്ങൾക്ക് വാപ്പയെ പോലെ പറഞ്ഞു തരാണ്. നബിതങ്ങൾ പറയുമായിരുന്നു, യാ നിസാഅൻ നബി, നബിയുടെ പെണ്ണുങ്ങളെ, ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ, മുസ്ലിമത്തുകളായ പെൺകുട്ടികളെ, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളുടെ നബിയാണെന്ന് പറയുന്ന പെൺകുട്ടികളെ, നിങ്ങൾ മറ്റു ജാതിയിലോ മതത്തിലോ ഉള്ള പെണ്ണുങ്ങളെ പോലെയല്ല കേട്ടോ. ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ ഇൻ ഇത്തഖൈതുന്ന, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഫലാ തഖ്ളഅന ബിൽ ഖൗലി, അന്യ പുരുഷന്മാരോട് കൊഞ്ചിക്കൊഴഞ്ഞ് വർത്തമാനം പറയല്ലേ. തഖ്ളഅന ബിൽ ഖൗലി, സ്വരം മധുരമുള്ള ശബ്ദമുണ്ടാക്കിയിട്ട് അന്യരോട് സംസാരിക്കല്ലേ. മനുഷ്യന്റെ ശരീരങ്ങളിൽ ഹോർമോണുകൾ പടച്ചത് അല്ലാഹുവാണ്, പുരുഷന്റെയും സ്ത്രീയുടെയും ശരീരത്തിൽ അല്ലേ. ഈ ഹോർമോണുകളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയത് ആരാണ്? അല്ലാഹുവാണ്. എന്തിന്? ലിനബ്ലുവകും അയ്യുകും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് അല്ലാഹുവിനെ ഏറ്റവും സൂക്ഷിക്കുന്നത് എന്ന് നോക്കാൻ. അതുകൊണ്ട് പെണ്ണെ, വല്ലതും അന്യ പുരുഷനോട് സംസാരിക്കേണ്ടി വന്നാൽ ഫലാ തഖ്ളഅന ബിൽ ഖൗലി, പെണ്ണുങ്ങളെ നിങ്ങൾ മധുരമുള്ള സ്വരത്തിലൊന്നും മറുപടി പറയരുത്. വീട്ടിലേക്ക് വന്നു, വാപ്പുണ്ടോ? പിന്നെ വാപ്പ ഇന്നലെ പോയത്, നീ കഥ പറയാൻ നിൽക്കണ്ട, ഉണ്ടോ ഇല്ലേ എന്ന് സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് മറുപടി പറയും. അത് പറയുമ്പോൾ നിന്റെ കിളിക്കൂറ്റെടുക്കല്ല, അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഫലാ തഖ്ളഅന ബിൽ ഖൗലി, നീ മധുരമുള്ള സ്വരത്തിൽ മറുപടി പറയണ്ട. ഒരന്യ മനുഷ്യനോട് നിനക്ക് ഫോണിലോ അല്ലെങ്കിൽ വീട്ടിലോ വന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയേണ്ട ഗത്യന്തരമില്ലാത്ത അവസ്ഥ വരുമ്പോൾ പറയേണ്ടത് എങ്ങനെയാണ്? ശബ്ദം പരുഷമായിട്ട് പറയണം. എന്തിനാണെന്നറിയോ? ഹൃദയത്തിൽ രോഗമുള്ള ചില ആളുകൾക്ക് അപ്പോൾ അസുഖം വരും. നിന്റെ ശബ്ദത്തിന്റെ മയം കേട്ടാൽ, ശബ്ദത്തിന്റെ മധുരം കേട്ടാൽ ഹൃദയത്തിന്റെ ഉള്ളിൽ അസുഖമുള്ള ആളിന് പിന്നെ നിന്നോട് ഹറാമ് തോന്നിത്തുടങ്ങും. നിന്നെ ഒന്ന് പിടിക്കണമെന്ന് തോന്നും, നിന്നെ ഒന്ന് തൊടണമെന്ന് തോന്നും. പിശാചിനോട് അവന്റെ കൂടെ നിന്ന് നിന്നെ നോക്കാനും കാണാനും ആ വഴിയോരങ്ങളിൽ പാർത്തു നിൽക്കാൻ തുടങ്ങും. അതുകൊണ്ട് നീ സമ്മതം കൊടുക്കല്ലേ. നീ നിന്റെ ശബ്ദം പരുഷമായിട്ട് പറ എന്ന് പരിശുദ്ധ ഖുർആൻ. പെണ്ണെ, നീ നിന്റെ ശരീരം സൂക്ഷിക്കും. നിനക്ക് മാത്രമല്ല, ഒരു ജനറേഷന് വേണ്ടിയാണ്, ഒരു തലമുറക്ക് വേണ്ടിയാണ്. അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർക്കേ നാളെ ഖബറിൽ രക്ഷപ്പെടാൻ കഴിയൂ. അള്ളാഹുവിനെ പേടിക്കാനാണ് ഈ പറയുന്നത്. എന്തിനെന്നറിയോ? നിന്റെ മനസ്സിന് അള്ളാഹു സമാധാനം തരും. ചെറുപ്പക്കാരാ, നീ നിന്റെ കണ്ണിനെ അഴിച്ചുവിട്ടാൽ, അന്യ പെണ്ണുങ്ങളിലേക്ക് നോക്കാൻ തുടങ്ങിയാൽ, പെണ്ണുങ്ങൾ ഓരോന്നായി നീ സെൻസർ ചെയ്യാൻ തുടങ്ങിയാൽ നിന്റെ ഹൃദയത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അത് നിന്നെ തിന്മയിലേക്ക് എത്തിക്കും. ഈ തിന്മ നിന്റെ മനസ്സിന്റെ സമാധാനം ഊതിക്കെടുത്തും. എപ്പോഴാ സമാധാനം കിട്ടുക എന്നറിയോ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹു
അള്ളാഹുവിനെ ഓർക്കുമ്പോഴേ സമാധാനം കിട്ടൂ. നിന്റെ വെബ്സൈറ്റുകൾ ബ്രൗസ് ചെയ്യുമ്പോഴല്ല, മ്യൂസിക് കേൾക്കുമ്പോഴല്ല, പാട്ട് കേൾക്കുമ്പോഴല്ല, അള്ളാഹുവിനെ അനുസരിക്കുമ്പോഴേ ഇത് കിട്ടുള്ളൂ. അതുകൊണ്ട് ആണും പെണ്ണും അവരുടെ കണ്ണുകൾ സൂക്ഷിക്കണേ, ശബ്ദം സൂക്ഷിക്കണേ. അതുകൊണ്ട് സഹോദര, നിന്റെ ഫേസ്ബുക്കിൽ, നിന്റെ പേജുകളിൽ നിന്റെ ഫ്രണ്ട്സുകളായി ഏതെങ്കിലും അന്യ പെൺകുട്ടികൾ നിന്റെ കൂടെ പഠിച്ചവരായിരിക്കാം. ഇവിടെ പഠിച്ചു കഴിഞ്ഞില്ലേ, കാലം കഴിഞ്ഞു. നിന്റെ കൂടെ പഠിച്ചതിന്റെ പേരിൽ കല്യാണം കഴിച്ച് അന്തസ്സിൽ ജീവിക്കുന്ന പെൺകുട്ടിയുടെ കുടുംബ ജീവിതമാണ് നീ തകർക്കാൻ പോകുന്നത്. നിന്റെ കോണ്ടാക്റ്റുകൾ ഇനി വേണ്ട. പെൺകുട്ടി, അന്തസ്സായി നിനക്ക് മഹർ തന്ന് നിക്കാഹ് ചെയ്ത ഭർത്താവ് നിന്റെ കൂടെ ഉണ്ടായിരിക്കെ നിന്റെ ഫേസ്ബുക്കിന്റെ പേജിൽ ഹറാമായ രീതിയിൽ നിനക്ക് പറയാനോ സംസാരിക്കാനോ കാണാൻ പാടില്ലാത്ത ആളുകളോട് നീ ചാറ്റ് ചെയ്യുന്നത് കടുത്ത കുറ്റമല്ലേ പെൺകുട്ടി? തടുത്ത കുറ്റമല്ലേ? ഹറാമല്ലേ ഇത്? ചെറുപ്പക്കാരാ, നിന്റെ ഫ്രണ്ട്സുകളെ നീ സെൻസർ ചെയ്തോ? ഇന്നത്തെ രാത്രി നേരം പുലരുന്നതിന്റെ മുമ്പ് നിനക്ക് കാണാനോ നോക്കാനോ പാടില്ലാത്ത അന്യ ജെൻഡറിലുള്ള ആൺകുട്ടികളോ പെൺകുട്ടികളോ നിന്റെ ഫ്രണ്ട്സുകളായിട്ടുണ്ടെങ്കിൽ അവരെ ഫ്രണ്ട്സുകളായി ആഡ് ചെയ്യാൻ നിന്റെ ഫേസ്ബുക്ക് പേജ് എന്ന അള്ളാഹു തന്ന നിഅമത്ത് നീ ദുരുപയോഗം ചെയ്യാൻ പാടില്ല. നമ്മൾ വിചാരിക്കും വർത്താനം പറയുമ്പോൾ അതൽ നീ പറയുന്നത് പോലും ഹറാമല്ലേ? നിന്റെ മെസ്സേജുകൾ ഹറാമല്ലേ? നീ ശബ്ദം അയച്ചുവിടുന്നത് ഹറാമല്ലേ? അവരുമായി കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്നത് ഹറാമല്ലേ? വെറും വ്യഭിചാരം മാത്രം ഹറാം? കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട്. നോക്കുന്നതാണ് വ്യഭിചാരം. കാതിന് വ്യഭിചാരമുണ്ട്, കേൾക്കലാണ് അതിന്റെ വ്യഭിചാരം. കൈയിന് വ്യഭിചാരമുണ്ട്, തൊടലാണ്. നിന്റെ കീബോർഡിൽ നീ ടൈപ്പ് ചെയ്യുന്നത് നിന്റെ കൈ കൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ തിന്മയാണെന്ന് മനസ്സിലാക്കിയിട്ട് വലിയ തിന്മയിലേക്ക് എത്തുന്നതിന് മുമ്പ് അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോ. യാ ഫുദൈൽ, ഫുദൈൽ എന്നവരെ 60 വയസ്സായി എനിക്ക് വഹൽ മിൻ ഹീലത്തിൻ, ഇനി രക്ഷപ്പെടാൻ വഴിയുണ്ടോ? ഇനി രക്ഷപ്പെടാൻ വഴിയുണ്ടോ? 1000ഉം 2000ഉം പെൺകുട്ടികൾ തന്റെ ഫേസ്ബുക്ക് പേജിലുണ്ടെന്ന് അഭിമാനം പറയുന്ന ചെറുപ്പക്കാരാ, ഈ 2000-ഓളം വരുന്ന പെൺകുട്ടികളുമായി നീ ചാറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി തന്റെ ബോയ്സ് ഫ്രണ്ടുകളുമായി ബോയ്സുമായിട്ട് ചാറ്റ് ചെയ്യുന്നത്, പെൺകുട്ടി ഇതൊക്കെ നിന്റെ കിതാബിൽ അല്ലാഹു രേഖപ്പെടുത്തിയാൽ, കിതാബും മർഖൂം, രേഖപ്പെടുത്തപ്പെട്ട കിതാബുകളാണ്, ഡിജിറ്റൽ കിതാബുകളാണ്. ഇത് അല്ലാഹു രേഖപ്പെടുത്തി കഴിഞ്ഞാൽ എത്ര വലിയ കിതാബുമായിട്ടാണ് നാളെ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ പോകുന്നത്. വിചാരണയില്ലേ? നാളെ ഹിസാബില്ലേ? നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരണ്ടേ? ഇബ്നു സ്വമ്മ റളിയല്ലാഹു അൻഹു ആണ്, പടച്ചവനെ എനിക്ക് എത്ര വയസ്സായി എന്ന് ചിന്തിച്ചപ്പോ 60 വയസ്സ്. യാ അല്ലാഹ്, 60 വയസ്സ് ജീവിച്ച ഞാൻ എത്ര ദിവസം ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടാകാം? 21,500 ദിവസം. അറബ് വർഷപ്രകാരം 60 വയസ്സുള്ള ഒരാൾ ജീവിക്കുന്നത് 21,500 ദിവസം. ഇബ്നു സ്വമ്മ എന്ന മഹാൻ 60 വയസ്സ് ജീവിച്ചപ്പോൾ ചിന്തിച്ചു പോയി, എത്ര ദിവസം ജീവിച്ചു? 21,500. എന്നിട്ട് ചിന്തിക്കാൻ, പടച്ചവനെ ഒരു ദിവസം ഒരൊറ്റ തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ എങ്ങനെയെങ്കിലും ഒരു ദിവസത്തിൽ ഒന്ന് അത് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളതെങ്കിൽ പോലും നാളെ കിതാബ് ലഭിക്കുമ്പോൾ അതിലുണ്ടാവുക 21,500 പാപങ്ങളാണ്. 21,500. എന്താണ് ഈ കിതാബ് എന്ന് മനസ്സിലാക്കിയോ നമ്മൾ? ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ മാ ലിഹാദൽ കിതാബ് വയഖൂലു മാ ലിഹാദൽ കിതാബ്. പടച്ചവനെ, എന്താണ് ഈ ബുക്കിന്റെ അവസ്ഥ? لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا. നിങ്ങൾ ചെയ്തതല്ലാതെ മറ്റൊന്നും ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. നിന്റെ റബ്ബ് നിന്നെ ആക്രമിക്കൂല. അല്ലാഹു നിന്നോട് ദുൽമ ചെയ്യുന്നില്ല. മനുഷ്യന്മാര് പറയും മാലിഹാദൽ കിതാബ്. ആ ഒരു കിതാബിൽ 60 വയസ്സുള്ള ഒരാൾ ഒരു ദിവസം ഒരു തെറ്റ് ചെയ്താൽ കിതാബിൽ കാണുന്ന വായിക്കേണ്ടി വരുന്നത് 21,500 പാപങ്ങളാണെങ്കിൽ, യാ അല്ലാഹ്, ഒരു ദിവസം ഒന്നല്ലല്ലോ രണ്ടല്ലല്ലോ എന്റെ വാക്കുകൊണ്ട്, നാക്കുകൊണ്ട്, ചുണ്ടുകൊണ്ട്, കണ്ണുകൊണ്ട് മനുഷ്യനെ കളിയാക്കി ചിരിച്ചത്, കൽബിന്റെ ഉള്ളിൽ ദേഷ്യം കൊണ്ട് നടന്നത്, മറ്റുള്ളവനോട് അസൂയ വെച്ചത്, ഒരു മുഅ്മിനായ മനുഷ്യനെ തെറ്റിദ്ധരിച്ചത്, ഒരാളെ സംബന്ധിച്ച് ചീത്ത പറഞ്ഞത്, ഇങ്ങനെ തുടങ്ങി ഒരു ദിവസം എത്രയാണ് ഞാൻ പറഞ്ഞു കൂട്ടുന്നത്, ചെയ്തു കൂട്ടുന്നത്. ഇതൊക്കെ 21,500-ൽ
അങ്ങ് വിന്യസിച്ചു കളഞ്ഞാൽ എത്രയായിരം പാപങ്ങളുടെ റെക്കോർഡുകളാണ് ഞാൻ എന്റെ കിതാബിൽ വായിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു അട്ടഹാസം അട്ടഹസിച്ച് അതിൽ മരിച്ചുപോയ മഹാനാണ് അല്ലാമ ഇബ്നു സമ്മർ റളിയല്ലാഹു അൻഹു.